ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ സോഴ്സ് ഓഫ് ഫിനാൻസിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന വാറൻറ്റ്സ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോഴ്സ് ഓഫ് ഫിനാൻസിങ് എന്ന് പറയുന്ന പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നേരത്തെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകൾ കൂടെ വാച്ച് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. വാറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റൈറ്റ് ടു ബൈ ദി അണ്ടർലൈങ് ഷെയർ ഓർ ബോണ്ട് ഓർ എനി അതർ സെക്യൂരിറ്റി അറ്റ് എ സെർട്ടൈൻ ഫ്യൂച്ചർ ഡേറ്റ് ആൻഡ് അറ്റ് എ സ്പെസിഫിക് പ്രൈസ്. ഷെയറുകൾ അല്ലെങ്കിൽ ബോണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റീസ് ഒരു നിശ്ചിത ഡേറ്റിന് സ്പെസിഫിക് പ്രൈസിന് ഭാവിയിൽ വാങ്ങിക്കാനുള്ള അവകാശം നൽകുന്നതാണ് വാറണ്ട് എന്ന് പറയുന്നത്. വാറണ്ട് ഗിവ്സ് ഇൻവെസ്റ്റേഴ്സ് എ റൈറ്റ് ടു ബൈ ദി അണ്ടർലൈങ് ഷെയർ ബോണ്ട് ഓർ എനി അതർ സെക്യൂരിറ്റി അറ്റ് എ സെർട്ടൈൻ ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് എ സ്പെസിഫിക് പ്രൈസ് എന്നുള്ളതാണ് വാറണ്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വാറണ്ട് എന്നതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തതാണ് ഫിക്സ്ഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, വാറണ്ടിൻ്റെ കേസിൽ എന്തായിരിക്കും, അവിടെ ഒരു ഫിക്സ്ഡ് പ്രൈസ് ആയിരിക്കും വരുന്നത്. ഫിക്സ്ഡ് പ്രൈസ് ആണ് വാറണ്ടിൻ്റെ കേസിൽ ഉണ്ടാവുക. ദി പ്രൈസ് അറ്റ് വിച്ച് ആൻ ഇൻവെസ്റ്റർ വിൽ ബി ഏബിൾ ടു ബൈ ദി അണ്ടർലൈങ് സെക്യൂരിറ്റി ഇൻ ദി ഫ്യൂച്ചർ ഈസ് ഡീറ്റെയിൽഡ് ഇൻ ദി വാറണ്ട് അറ്റ് ദി ടൈം ഓഫ് ഇഷ്യൂവൻസ് ഓഫ് ഇറ്റ് സെൽഫ്. അതായത് വാറണ്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. അതേപോലെ തന്നെ പ്രൈസ് എന്തായിരിക്കും, ഫിക്സ്ഡ് ആയിരിക്കും വരുന്നത്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ഫീച്ചർ വരുന്നത് എന്താണ്, ഡിറ്റാച്ചബിൾ എന്നുള്ളതാണ്. മീൻസ് എന്താണ്, അതിനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. വൺ ക്യാൻ ട്രേഡ് ദം സെപ്പറേറ്റ്ലി ഫ്രം ദി അണ്ടർലൈങ് സെക്യൂരിറ്റി. ഓക്കെ, അതായത് ഒരു അണ്ടർലൈൻ സെക്യൂരിറ്റിയിൽ നിന്ന് സെപ്പറേറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, സെയിൽ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു വാറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വാറണ്ട് എന്താണ്, ഡിറ്റാച്ചബിൾ ആണ് എന്നുള്ളതാണ് മറ്റൊരു ഫീച്ചർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ ആണ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. വാറണ്ട് ഡസ് നോട്ട് ഗിവ് ദി ഇൻവെസ്റ്റർ ഓണർഷിപ്പ് ഓഫ് ദി അണ്ടർലൈങ് സെക്യൂരിറ്റി. വാറണ്ട് ഒരിക്കലും അണ്ടർലൈങ് സെക്യൂരിറ്റിയുടെ ഓണർഷിപ്പിന് എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആകുന്നത് എപ്പോഴാണ്, ആഫ്റ്റർ ദി ഇൻവെസ്റ്റർ യൂസസ് ദി വാറണ്ട്. ഇൻവെസ്റ്റർ ആ ഒരു വാറണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു അണ്ടർലൈങ് സെക്യൂരിറ്റിയുടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ആണ് വേർത്ത്ലെസ് എന്ന് പറയുന്നത്. വാറണ്ട് വിൽ ബിക്കം വേർത്ത്ലെസ് ഫോർ എക്സസൈസ് ഇഫ് ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി അണ്ടർലൈങ് സെക്യൂരിറ്റി ഡ്രോപ്സ് ബിലോ ദി എക്സസൈസ് പ്രൈസ്. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് നമ്മുടെ എക്സസൈസ് പ്രൈസിനേക്കാളും താഴെ പോവുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, വാറണ്ട് ഒരു വേർത്ത്ലെസ് ആയിട്ട് മാറും എന്നുള്ളതാണ് മറ്റൊരു ഫീച്ചർ വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഇൻട്രിൻസിക് വാല്യൂ ബേസ് ചെയ്തുകൊണ്ട്. വാറണ്ട് ഡു നോട്ട് ഹാവ് എനി ഇൻട്രിൻസിക് വാല്യൂ. വാറണ്ടിന് എന്തില്ല, ഒരു ഇൻട്രിൻസിക് വാല്യൂ ഇല്ല. ഓക്കെ, ദെയർ വാല്യൂ ഡിപ്പെൻഡ് അപ്പോൺ വാല്യൂ ഓഫ് അണ്ടർലൈങ് അസറ്റ്. ഓക്കെ, ഒരു അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂ ബേസ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ വരുന്നത്, പ്രൈസ് വരുന്നത്. അല്ലാതെ വാറണ്ടിൻ്റെ കേസിൽ ഒരു യഥാർത്ഥ മൂല്യം, ഒരു ഇൻട്രിൻസിക് വാല്യൂ ഇല്ല എന്നുള്ളതാണ് ഒരു ഫീച്ചർ വരുന്നത്. ഇനി നോട്ട് ഇഷ്യൂഡ് ഇൻഡിപെൻഡൻ്റ്ലി. വാറണ്ട് നോർമലി ഇഷ്യൂ ചെയ്യുന്നത് ഇൻ കൺജക്ഷൻ വിത്ത് അതർ ഇൻസ്ട്രുമെൻറ്റ്. മറ്റുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൂടെയാണ് ഈ വാറണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ഇൻഡിപെൻഡൻ്റ്ലി ഇഷ്യൂ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മറ്റുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് വാറണ്ട് അറ്റാച്ച്ഡ് ടു ഡിബെഞ്ചേഴ്സ് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ, ഇതിൻ്റെയൊക്കെ കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് വാറണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഏരിയ ആണ് സ്റ്റോക്ക് വാറണ്ട് എന്ന് പറയുന്നത്. അത് സ്റ്റോക്ക് വാറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ടൂള് ദാറ്റ് ഗിവ്സ് ദി ഓർഡർ ദി റൈറ്റ് ടു ബൈ ഓർ സെൽ എ സെറ്റ് നമ്പർ ഓഫ് ഷെയർ ഓഫ് എ കമ്പനി സ്റ്റോക്ക് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് വിത്തിൻ എ സ്പെസിഫൈഡ് ടൈം ഫ്രെയിം ബട്ട് വിത്തൗട്ട് എനി ഒബ്ലിഗേഷൻ. ഇവിടെ സ്റ്റോക്ക് വാറണ്ട് നൽകുന്നതെന്നാണ്, ഇതൊരു ടൂളാണ്. എന്തിനും വേണ്ടിയിട്ടുള്ള ടൂളാണ്, ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാൻ ഉള്ള ഒരു അവകാശം നൽകുന്നതാണ് സ്റ്റോക്ക് വാറണ്ട് എന്ന് പറയുന്നത്. അതായത് ഒരു നിശ്ചിത പ്രൈസിന് നിശ്ചിത ടൈം ഫ്രെയിമിലായിട്ട് ഒരു കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിക്കാനുള്ള അല്ലെങ്കിൽ സെയിൽ ചെയ്യാനുള്ള ഒരു റേറ്റ് നൽകുന്ന ഫിനാൻഷ്യൽ ടൂളാണ് സ്റ്റോക്ക് വാറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ ടൂള് ദാറ്റ് ഗിവ്സ് ദി ഹോൾഡർ ദി റൈറ്റ് ടു ബൈസ് ഓർ സെൽ എ സെറ്റ് നമ്പർ ഓഫ് ഷെയർസ് ഓഫ് എ കമ്പനി സ്റ്റോക്ക് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് വിത്തിൻ എ സ്പെസിഫൈഡ് ടൈം ഫ്രെയിം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ സ്റ്റോക്ക് വാറണ്ട് ടൈപ്സ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്.
ടൈപ്സ് ഓഫ് സ്റ്റോക്ക് വാറണ്ട്. എന്തൊക്കെയാണ് സ്റ്റോക്ക് വാറണ്ട് എന്നതിൻ്റെ ടൈപ്സ്? അതിലൊന്നാമത്തതാണ് കോൾ വാറണ്ട് എന്ന് പറയുന്നത്. അതായത് കോൾ വാറണ്ട് പ്രൊവൈഡ് ഹോൾഡർ വിത്ത് ദി ഓപ്ഷൻ ടു ബൈ എ പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് എ കമ്പനീസ് ഷെയർ അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് ഡ്യൂറിങ് എ സ്പെസിഫിക് ടൈം ഫ്രെയിം. ഓക്കെ, കോൾ വാറണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഓപ്ഷൻ ടു ബൈ എ പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് കമ്പനീസ് ഷെയർ. ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി വാങ്ങിക്കാനുള്ള ഓപ്ഷനാണ് കോൾ വാറണ്ട് നൽകുന്നത്. ഒരു നിശ്ചിത ടൈം ഫ്രെയിമിലായിട്ട് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ നൽകുന്നതാണ് കോൾ വാറണ്ട് എന്ന് പറയുന്നത്. എന്നാൽ പുട്ട് വാറണ്ട് എന്ന് പറഞ്ഞാലോ, ഇറ്റ് ഗിവ്സ് ദി ഹോൾഡർ ദി റൈറ്റ് ടു സെൽ എ സ്പെസിഫിക് നമ്പർ ഓഫ് ഷെയർസ് ഓഫ് കമ്പനി സ്റ്റോക്ക്. ഇവിടെ ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് ഷെയർ വിൽക്കാനുള്ള റേറ്റ് ആണ് എന്തിൽ നൽകുന്നത്? പുട്ട് വാറണ്ടിൽ നൽകുന്നത് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ്. ഓക്കെ, കോൾ വാറണ്ടിൽ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നൽകുന്നത്, പുട്ട് വാറണ്ടിൽ സെയിൽ ചെയ്യാനുള്ള ഓപ്ഷനാണ് നൽകുന്നതെന്ന് ഓർമ്മിക്കുക. ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് ഷെയർ അറ്റ് എ സ്പെസിഫിക് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ്. ഓക്കെ, ഒരു പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിൽ ഒരു നിശ്ചിത കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ ഷെയറിനെ സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ പുട്ട് വാറണ്ടിലും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കോൾ വാറണ്ടിലും വരുന്നത്. ഇനി കവേർഡ് വാറണ്ടാണ്. കവേർഡ് വാറണ്ട് എന്ന് പറഞ്ഞാൽ ഇഷ്യൂഡ് ബൈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ ഒരു വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. ദേ ആർ ബാക്ക്ഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ ഷെയർസ് ഓർ ബൈ ഷെയർസ് ഓഫ് അനദർ കമ്പനി. കമ്പനിയുടെ ഷെയർ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കമ്പനിയുടെ ഷെയറോ ഇഷ്യൂ ചെയ്യുന്ന വാറണ്ടുകളാണ് കവേർഡ് വാറണ്ട് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നെയ്ക്ഡ് വാറണ്ടാണ് മറ്റൊന്ന് വരുന്നത്. നെയ്ക്ഡ് വാറണ്ട് എന്ന് പറഞ്ഞാൽ കവേർഡ് വാറണ്ട് തന്നെയാണ്, പക്ഷേ എന്തില്ല, എക്സെപ്റ്റ് ദേ ആർ നോട്ട് ബാക്ക്ഡ് ബൈ എനി അണ്ടർലൈങ് അസറ്റ്. ഒരു അണ്ടർലൈങ് അസറ്റ് ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വാറണ്ട് വരുന്നത്. അങ്ങനെയാകുമ്പോൾ അതെന്താണ്, നെയ്ക്ഡ് വാറണ്ടാണ്. കവേർഡ് വാറണ്ട് തന്നെയാണ്, പക്ഷെ അവിടെ എന്തില്ല, ഒരു അണ്ടർലൈങ് അസറ്റ് ഇല്ലെങ്കിൽ അതിനെ നെയ്ക്ഡ് വാറണ്ട് എന്ന് പറയും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റോക്ക് വാറണ്ട്. സ്റ്റോക്ക് വാറണ്ട് എന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ദീസ് അലോസ് ഇൻവെസ്റ്റേഴ്സ് ടു കൺട്രോൾ ലാർജ് നമ്പർ ഓഫ് ഷെയർസ്. ഓക്കെ, ഈ ഒരു സ്റ്റോക്ക് വാറണ്ട് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റേഴ്സിന് കുറേ ഷെയറുകൾ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നൽകുന്നത്. ഓക്കെ, വിത്ത് എ റിലേറ്റീവ്ലി സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റ്, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് തന്നെ കുറേ ഷെയറുകൾ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് സ്റ്റോക്ക് വാറണ്ട് നൽകുന്നത്. ഇനി സ്റ്റോക്ക് വാറണ്ട് ക്യാൻ ബി പർച്ചേസ്ഡ് അറ്റ് എ ഫ്രാക്ഷൻ ഓഫ് ദി പ്രൈസ് ഓഫ് ദി അണ്ടർലൈങ് സ്റ്റോക്ക്. ആൻഡ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറവായിരിക്കും. ഒരു ഫ്രാക്ഷൻ പ്രൈസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോക്ക് വാറണ്ടുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് സ്റ്റോക്ക് വാറണ്ട് ഓഫർ ദി ഓപ്പർച്യൂണിറ്റി ഫോർ ഹയർ റിട്ടേൺ. ഓക്കെ, മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ അപേക്ഷിച്ച് ഈ ഒരു സ്റ്റോക്ക് വാറണ്ട് എന്താണ്, ഹൈ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നൽകുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ, സ്റ്റോക്ക് വാറണ്ട് പ്രൊവൈഡ് ഇൻവെസ്റ്റേഴ്സ് വിത്ത് ആൻ അവന്യൂ ടു ഡൈവേഴ്സിഫൈ ദെയർ പോർട്ട്ഫോളിയോ ബൈ എക്സ്പാൻഡിങ് ബിയോണ്ട് ട്രഡീഷണൽ സ്റ്റോക്ക് ഹോൾഡിംഗ്. ഇവിടെ എന്ത് ചെയ്യുന്നു, സ്റ്റോക്ക് വാറണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരുന്നു, അതായത് പോർട്ട്ഫോളിയോയിൽ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സ്റ്റോക്ക് വാറണ്ട് എന്നതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അതിൽ ഒന്നാമതാണ് സ്റ്റോക്ക് വാറണ്ട് ഹാവ് ആൻ എക്സ്പിറേഷൻ ഡേറ്റ്. ഒരു എക്സ്പിറേഷൻ ഡേറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് വരുന്നത്. രണ്ടാമത്തത്, ഇഫ് ദി സ്റ്റോക്ക് പ്രൈസ് ഡസ് നോട്ട് പെർഫോം ആസ് ആൻറ്റിസിപ്പേറ്റഡ്. സ്റ്റോക്ക് പ്രൈസ് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് മേ എക്സ്പീരിയൻസ് എ ലോസ് ഓഫ് ദെയർ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ. ഓക്കെ, ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ അവർക്ക് നഷ്ടമാകാനുള്ള, ഇൻവെസ്റ്റേഴ്സിന് നഷ്ടമാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് തേർഡ് വൺ, സ്റ്റോക്ക് വാറണ്ട് ഓഫൺ ഹാവ് ലോവർ ലിക്വിഡിറ്റി കമ്പയർഡ് ടു അണ്ടർലൈങ് സ്റ്റോക്ക്. പൊതുവേ എന്താണ്, ഇതിന് ലോവർ ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, അതായത് ഈസിലി നമുക്ക് സെയിൽ ചെയ്യാനും അതേപോലെ പർച്ചേസ് ചെയ്യാനും പറ്റാത്ത രൂപത്തിലാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുന്നത്. ലോവർ ലിക്വിഡിറ്റിയാണ് സ്റ്റോക്ക് വാറണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, സ്റ്റോക്ക് വാറണ്ട് ആർ കോംപ്ലക്സ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, സ്റ്റോക്ക് വാറണ്ട് എന്ന് പറയുന്നത് കോംപ്ലക്സ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് വിത്ത് യുണീക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഓക്കെ, ഒരു പ്രത്യേകമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോംപ്ലക്സ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്, സ്റ്റോക്ക് വാറണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സ്റ്റോക്ക് വാറണ്ട് എന്നതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.